എല്ലാ മച്ചവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അബി ആൻഡ് യു ആർ വാച്ചിങ് അബി ഗെയിമിംഗ്. സോ നമ്മുടെ ഇന്നലത്തതിന് ശേഷം നമ്മുടെ വീട് നമ്മുടെ വീടിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടുത്തെ ട്രാപ്പ് ഡോറ് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്, പ്രഷർ പ്ലേറ്റ് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. കാരണം ബാക്ക് ഡോറിൽ വെക്കണ്ട, നമുക്ക് ഫ്രണ്ട് ഡോറിൽ തന്നെ മതി. സോ പിന്നെ നമുക്കിനി കുറച്ച് വുഡ് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയിട്ടാണ്. മൈനിങ് ഏരിയ ഒക്കെ ഉണ്ട് അവിടെ. കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്തോട്ടെ, അല്ലെങ്കിൽ എനിക്ക് മൈനിങ് ഏരിയയിലോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. നമുക്കൊരു 2 മരം കൂടെ പൊട്ടിക്കാം. ഓക്കെ, പൊട്ടിക്കട്ടെ. ഓക്കെ, പൊളിച്ചിട്ടുണ്ട്. വലിയ മരം ഉണ്ടോ? ഓക്കെ, 13 ഫൈൻ, അത്ര മതി. ഓക്കെ, പിന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമാണ്. നമ്മൾ ഫാം വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ്. പിന്നെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വീറ്റ് ഫാം. ഓക്കെ, വീറ്റ് ഫാമും പിന്നെ പിഗ് ഫാമും വെക്കാം. പിന്നെ എൻ്റെ അനിയൻ എൻ്റെ ഒപ്പം ഉണ്ട്. നിനക്ക് എന്ത് ഫാം വെക്കണോടാ? പറ, എന്താണ്? വീറ്റാ. ഓക്കെ, എൻ്റെ അനിയൻ വീറ്റ് ഫാം വേണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കുറേ വുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വീറ്റ് ഫാമും കൂടെ തുടങ്ങാം. സോ നമുക്ക് ഇവിടുത്തെ ഡേർട്ട് മൊത്തം ഫ്ലാറ്റ് ആക്കാം. എന്നിട്ട് ഇവിടുത്തെ നിൽക്കുന്ന മരങ്ങളെയൊക്കെ മുറിച്ചോളാം. നമുക്ക് ഡേർട്ട് വെക്കാൻ തന്നെ ഒരു ചെസ്റ്റ് വേണ്ടി വരും. അമ്മാതിരി ഡേർട്ട് നമുക്ക്. ഓക്കെ, പൊളിച്ചു കളയട്ടെ. ഓക്കെ, നമുക്ക് എന്താ പറയുക ഒരു അളവും കാര്യങ്ങളൊക്കെ എടുക്കണം. അവിടെയാണ്. സോ മൈനിങ് ഏരിയ ഇങ്ങോട്ടേക്കാണ്. സോ നമുക്കൊരു ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പൊട്ടിക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ, ഇവിടം വരെ പൊട്ടിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പൊക്കത്തെ ലെയർ എന്താണ് പൊട്ടിച്ചളയാം. അത് കഴിഞ്ഞിട്ട് താഴത്തെ ലെയർ പയ്യെ പൊട്ടിച്ചളയാം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ വീറ്റ് ഫാം തുടങ്ങാൻ പോകുന്നത്. ഷൗല് പൊട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് പശു ഫാം നമുക്ക് വീടിനടുത്തായിട്ട് തന്നെ വേണം. അല്ലെങ്കിൽ അവിടെ തന്നെ വെക്കാം ഗൈസ്, അതായിരിക്കും നല്ലത്. ഇവിടെ തന്നെ വെക്കാം. ഇതിവിടെ ഒരു വലിയ സ്ഥലം പോലെ കെട്ടാം. പിന്നെ ഇതൊരു വലിയ ഫ്ലാറ്റായ പ്ലെയിൻസ് ഒന്നും അല്ല. പ്ലെയിൻസ് അല്ല, ബൈ ദ വേ പ്ലെയിൻസ് ഉണ്ട്. ഞാൻ കുറച്ച് എക്സ്പ്ലോർ ചെയ്തപ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് പ്ലെയിൻസ് ഉണ്ട്. അത് ഞാൻ കണ്ടു. ഞാൻ ഇച്ചിരിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. സ്റ്റോൺ വേർ ഈസ് ദ സ്റ്റോൺ? ഓക്കെ, താഴേക്ക് ഇറങ്ങാം. ഓക്കെ ഗൈസ്, നമുക്ക് 2 ഇക്കട്ടെ. എൻ്റെ പിക്കാക്സ് ഇക്കട്ടെ, വെറുതെ ഇക്കട്ടേന്നേ ഒരു രക്ഷ. അപ്പോൾ അത് പൊട്ടിപ്പോണെങ്കിൽ നമുക്ക് വേറെ ഉണ്ടാക്കാം. നമുക്കിവിടെ ഒരു പാത്തും കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പോണൊരു പാത്ത് ഇവിടെ കൊണ്ട് ചെന്നെത്തിക്കണം. സോ ഓക്കെ, ഈ പാത്ത് അങ്ങോട്ടേക്ക് ചെല്ലണം. നമ്മളിതേ ഇവിടെയായിട്ട് ഒരു ഫൗണ്ടെയിൻ പോലെയൊക്കെ സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ
അതിൻ്റെ ഏറ്റവും പൊക്കത്തല്ല താഴേക്കായിട്ട് വെക്കും. അപ്പോൾ അത് സെറ്റായിട്ടായിരിക്കും. പൊളിച്ചു കളയാം. ഒന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വരയ്ക്കാം. നമ്മുടെ പശുക്കുട്ടനുണ്ട് അവിടെ. 6 പശു. ഇവിടുത്തെ കുറച്ച് മരങ്ങളൊക്കെ വെട്ടേണ്ടി വരും, എന്നാലേ നമുക്ക് ഈ ഒരു ഫാം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്കിവിടെ ഒരു പിഗ് ഫാം ഉണ്ടാക്കണം, ഒരു ഷീപ്പ് ഫാം ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് ഐഡിയാസ് ഉണ്ട് ഗൈസ്. ഒരു കാര്യം ചെയ്യാം, നാളെ വരുമ്പോഴേക്ക് ഞാൻ ഇവിടെ കുറേ പറ്റുന്ന അത്രയും ഫാമുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. വെറുതെ നിങ്ങളെ വീഡിയോ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ മിക്കവാറും നാളെ കുറച്ച് നേരം വെറുതെ ഒന്ന് കളിക്കും. എന്നിട്ട് ഇവിടെ വല്ല പ്രോഗ്രസ് വേണമെങ്കിൽ അതെടുക്കും. ഓക്കെ, ഓക്കെ ഗൈസ്. ഡേട്ടങ്ങൾ പൊട്ടിച്ച് കളയാം, കുറേ ഉണ്ട്. ഓക്കെ, ഓക്കെ. ഞാൻ ഇവിടെ കുറേ അങ്ങോട്ട് പൊളിച്ച് കളയാനാണ്, എന്നാലേ നമുക്ക് സാധനങ്ങളൊക്കെ കാട്ടുള്ളൂ. ആദ്യത്തെ ഷവല് പൊട്ടി, രണ്ടാമത്തെ ഷവലെടുക്കാം. രണ്ടാമത്തെ ഷവലെടുക്കുന്നുണ്ട്. ഇച്ചിരിയും കൂടെ ഉള്ളൂ പൊളിച്ച് കളയാം. നമുക്കിതിലോട്ട് അയണൊന്നും കിട്ടാത്തതുകൊണ്ട് ബക്കറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. സോ അതൊരു പ്രശ്നമാകുമല്ലോ ഗൈസ്. നമുക്കിതുവരെയായിട്ട് അയൺ കിട്ടിയിട്ടില്ല. അയ്യോ, ഞാൻ അതിനെപ്പറ്റി ഇപ്പോഴാണ് ഗൈസ് ആലോചിക്കണം തന്നെ. അയ്യോ, അതിപ്പോൾ പണിയാവുമല്ലോ. സോ ഇന്ന് ബീറ്റ് ഫാം ഉണ്ടാക്കണ പരിപാടി നടക്കത്തില്ല എന്നാ തോന്നുന്നത്. കാരണം നമ്മുടെ കയ്യിൽ ഇതിനാവശ്യമുള്ള അയണില്ല. സോ ഗൈസ്, സോറി ഗൈസ്, ബീറ്റ് ഫാം ഉണ്ടാക്കാൻ പറ്റത്തില്ല. സോ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൗ ഫാം ഉണ്ടാക്കാം. അയ്യോ, ഇവിടെയും ഇങ്ങനൊരു പരിപാടി ഉണ്ടായിരുന്നു. നൈറ്റാവുന്ന ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. അമ്പിളിമാമനെ കാണുന്നുണ്ട്. ഓക്കെ, സോ ഗൈസ്, ദേ നമ്മൾ ഇത്രയും കുഴിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് നാളത്തെ എപ്പിസോഡ് വരുമ്പോഴേക്കും ഞാനിവിടെ ഒരു ഫാം ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പറഞ്ഞെന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ പറഞ്ഞേ പറടാ, അവന് നാണമാണ് ഗൈസ്. ഓക്കെ, സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ ബൈ.